Very good evening all of you. ഇന്ന് സെറ്റ് ഹിസ്റ്ററിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. സോ ലേൺ വിത്ത് ഡോക്ടർ ഹേമ രാമചന്ദ്രൻ. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആൻഡ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം, ഓതൻറ്റിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. അപ്പോൾ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിയണം. അത് ഹിസ്റ്റോറിയൻസിന് എല്ലാ ഹിസ്റ്റോറിക്കൽ സോഴ്സസും ശരിയാണ് അല്ലെങ്കിൽ ട്രൂ ആണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഫോർ യൂസിങ് എ സോഴ്സ് ദേ ഷുഡ് കെയർഫുള്ളി എക്സാമിൻ ഇറ്റ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിന് 2 സ്റ്റേജ് ഉണ്ട്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം അതെന്ന് പറയുന്നത് ഇറ്റ് ടെസ്റ്റ് വെദർ ദ സോഴ്സ് ഇസ് ജെന്യുവിൻ ഓർ നോട്ട്, അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി നോക്കുക. ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെസ്റ്റ് വെദർ ഇൻഫർമേഷൻ ഇൻ ദ സോഴ്സ് ഈസ് റിലയബിൾ, ക്രെഡിബിലിറ്റി നോക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൽ ഒരു സോഴ്സിനെ നമുക്ക് വളരെ ശരിയാണെന്ന് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ കെയർഫുള്ളായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യണം, അല്ലേ? എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ത് ചെയ്യും? സോഴ്സ് ജെന്യുവിൻ ആണോ നോക്കും. ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണെങ്കിൽ സോഴ്സ് റിലയബിൾ ആണോ ക്രെഡിബിൾ ആണോ നോക്കും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? ഹൂ റോട്ട് ദ ഡോക്യുമെൻറ്റ്, വെൻ ഇറ്റ് വാസ് റിട്ടൺ, വേർ ഇറ്റ് വാസ് റിട്ടൺ, ഈസ് ഇറ്റ് ആൻ ഒറിജിനൽ ഓർ എ കോപ്പി, ഹാസ് ഇറ്റ് ബീൻ ഓൾട്ടേർഡ്, ഈസ് ദ സിഗ്നേച്ചർ ജെന്യുവിൻ. ഇതെല്ലാം എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിനകത്ത് എന്തൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ്, ഇങ്ക് അനാലിസിസ്, പേപ്പർ അനാലിസിസ്, കാർബൺ ഡേറ്റിംഗ്, വാട്ടർമാർക്ക് എക്സാമിനേഷൻ, സീൽ വെരിഫിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് അനാലിസിസ്, ഇതെല്ലാം എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ വരുന്നതാണ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആയിരുന്നോ, ഇങ്ക് ശരിയാണോ, ഇങ്ക് പഴയ ഇങ്കാണോ, പേപ്പർ അനാലിസിസ്, കാർബൺ ഡേറ്റിംഗ്, വാട്ടർമാർക്ക് എക്സാമിനേഷൻ, സീൽ വെരിഫിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് അനാലിസിസ്, ഇതെല്ലാം വരുന്നതാണ്. എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇസ് ഡിസ്കവർ. കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ ഹിസ്റ്റോറിയൻ ആദ്യം ചെക്ക് ചെയ്യും, ഈസ് ഇറ്റ് ഒറിജിനൽ, വിച്ച് കിങ് ഇഷ്യൂഡ് ഇറ്റ്, വിച്ച് സെഞ്ചുറി ഡസ് ഇറ്റ് ബിലോങ് ടു, ഹാസ് എനി വൺ മോഡിഫൈഡ് ഇറ്റ്. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഇസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ഹിസ്റ്റോറിക്കൽ സോഴ്സ്. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് റിലയബിലിറ്റി നോക്കുന്നതാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം. അപ്പോൾ അത് ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ, ക്യാൻ ദ ഇൻഫർമേഷൻ ദിസ് ഡോക്യുമെൻറ്റ് ബി ട്രസ്റ്റഡ്. ഇതിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ക്രിറ്റിസിസിനെ നമ്മൾ ഹയർ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, ഈസ് ദ ഓതർ റിലയബിൾ, വാസ് ദ ഓതർ എൻ ഐ വിറ്റ്നസ്, was the author biased, is the information consistent with other evidence, does the account contain contradictions. ഇതെല്ലാം നമ്മൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൽ ചോദിക്കുന്നതാണ്. ഓതർ റിലയബിൾ ആയിരുന്നോ, ഓതർ ഐ വിറ്റ്നസ് ആയിരുന്നോ, ബയസ്ഡ് ആയിരുന്നോ, ഇൻഫർമേഷൻ ബാക്കിയെല്ലാമായിട്ട് നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആണോ, പിന്നെ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ, ഇതെല്ലാം അതിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ക്രിറ്റിസിസം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഓതൻറ്റിസിറ്റി നോക്കും, ഇൻറ്റേർണൽ ക്രിറ്റിസിസം എക്സാമിൻസ് റിലയബിലിറ്റി. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഇസ് ബിഫോർ റീഡിങ് ദ കണ്ടൻറ്റ് and internal criticism is after the authenticity is confirmed. External criticism deals with physical features and internal criticism deals with the content. And external criticism detects forgery, internal criticism detects bias and exaggeration. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിന് ലോവർ ക്രിറ്റിസിസം എന്ന് പറയും, ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിന് നമ്മൾ ഹയർ ക്രിറ്റിസിസം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ക്രിറ്റിസിസം തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഓതൻറ്റിസിറ്റി നോക്കുന്നു, ബിഫോർ കണ്ടൻറ്റ് റീഡ് ചെയ്യുന്നതിന് മുമ്പേ നോക്കുന്നു, ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുന്നു, എന്തെങ്കിലും പിന്നെ തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മാറ്റിമറിക്കലുണ്ടോ, ഫോർജറി ഉണ്ടോ നോക്കുന്നതിനെയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയും. അതിന് ലോവർ ക്രിറ്റിസിസം എന്ന് പറയും. ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണെങ്കിൽ റിലയബിലിറ്റി നോക്കും, ഓതൻറ്റിസിറ്റി കൺഫേം ചെയ്യും, കണ്ടൻറ്റിനെ നോക്കും, ബയസ് വല്ലതും ഉണ്ടോ നോക്കും. അതിനെ ഹയർ ക്രിറ്റിസിസം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം നമ്മൾ പഠിക്കുന്നത്? എന്താണ്, ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ആരെങ്കിലുമൊക്കെ തെറ്റായിട്ട് ചെയ്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഉള്ളത്. അതുപോലെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഹിസ്റ്ററി,
ശരിക്കുമുള്ള ഹിസ്റ്ററി ആണോ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ ആക്യുറസി റിലയബിലിറ്റി നോക്കുന്നു അല്ലെ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആക്യുറസിയും മറ്റേത് റിലയബിലിറ്റിയുമാണ് നോക്കുന്നത്. ഹെൽപ്സ് എസ്റ്റാബ്ലിഷസ് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. അപ്പോൾ ഇതിനെ അറിഞ്ഞിരിക്കാനുള്ള ഒരു മെമ്മറി ട്രിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ, വെളിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓതൻറ്റിസിറ്റിയാണ് നോക്കുന്നത്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, അത് റിലയബിലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക. Which criticism examines the authenticity of a historical source? Internal criticism, literary criticism, external criticism, comparative criticism. ഏത് ക്രിറ്റിസിസമാണ് എക്സ്പ്ലെയിൻസ് authenticity of a historical source? Answer external criticism ആണ് അല്ലേ. External criticism verifies whether the document is genuine before it is used as a historical evidence. അത് ശരിയാണോ, ഡോക്യുമെൻറ്റ് ജെനുവിൻ ആണോ നോക്കുന്നതിന് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പല സെറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ക്രിറ്റിസിസം എക്സാമിൻസ് ദ റിലയബിലിറ്റി ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. ഏതായിരിക്കും? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണോ, ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണോ, ടെക്സ്ച്വൽ ക്രിറ്റിസിസം ആണോ, സോഴ്സ് ക്രിറ്റിസിസം ആണോ? ആൻസർ ഇൻറ്റേർണൽ ക്രിറ്റിസിസം അല്ലേ. ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഇവാലുവേറ്റ്സ് ആക്യുറസി, റിലയബിലിറ്റി ആൻഡ് ട്രസ്റ്റ് വർദിനെസ് ഓഫ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ഹിസ്റ്റോറിക്കൽ സോഴ്സ്. Next question. External criticism is mainly concerned with authenticity of the source, interpretation of events, writing style, historical significance. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഓതൻറ്റിസിറ്റി ആണോ, ഇൻ്റർപ്രിട്ടേഷൻ ആണോ, റൈറ്റിംഗ് സ്റ്റൈലാണോ, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആണോ? ഓതൻറ്റിസിറ്റി ഓഫ് ദ സോഴ്സ് അല്ലേ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എക്സാമിൻസ് വെദർ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ജെന്യുവിൻ ഓർ ഫോർജ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻറ്റേർണൽ ക്രിറ്റിസിസം എക്സാമിൻസ് ഇങ്ക് ക്വാളിറ്റി, റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, ഏജ് ഓഫ് പേപ്പർ, വാട്ടർ മാർക്ക്. അപ്പോൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഏതാണ് എക്സാമിൻ ചെയ്യുന്നത്? ഇങ്ക് ക്വാളിറ്റി ആണോ, റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണോ, ഏജ് ഓഫ് പേപ്പർ ആണോ, വാട്ടർ മാർക്ക് ആണോ? ആൻസർ റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് ഇവാലുവേറ്റ്സ് വെദർ ഇൻഫർമേഷൻ ഇൻ ദ സോഴ്സ് ഇസ് ആക്യുറേറ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി. Next question. External criticism also known as higher criticism, lower criticism, literary criticism, scientific criticism. External criticism വേറെ പേരെന്താണ്? ഹയർ ക്രിറ്റിസിസം എന്നാണ്, ലോവർ ക്രിറ്റിസിസം എന്നാണ്, ലിറ്റററി ക്രിറ്റിസിസം എന്നാണോ, സയൻറ്റിഫിക് ക്രിറ്റിസിസം എന്നാണോ പറയുന്നത്? ആൻസർ ലോവർ ക്രിറ്റിസിസം. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ട്രഡീഷണലി ഇറ്റ് ഈസ് നോൺ ആസ് ലോവർ ക്രിറ്റിസിസം ബിക്കോസ് ഇറ്റ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷസ് ഓതൻറ്റിസിറ്റി. ഓതൻറ്റിസിറ്റിയാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഈസ് ഓൾസോ കോൾഡ്, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. മറ്റേത് ലോവർ ക്രിറ്റിസിസം ആകുമ്പോൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഹയർ ക്രിറ്റിസിസമാണ്. ലോവർ ക്രിറ്റിസിസം, സോഴ്സ് ക്രിറ്റിസിസം, ഹയർ ക്രിറ്റിസിസം, മോഡേൺ ക്രിറ്റിസിസം. സോ ആൻസർ ഈസ് ഹയർ ക്രിറ്റിസിസം. എക്സാമിൻസ് the meaning and credibility of the content. Next question. Which criticism comes first? Internal criticism, external criticism, literary criticism, comparative criticism. ഏത് ക്രിറ്റിസിസമാണ് ആദ്യമായിട്ട് വരുന്നത്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് അല്ലേ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം, a document must first be proven authentic before its contents are analyzed. അപ്പോൾ ഡോക്യുമെൻ്റ് ഓതൻറ്റിക് ആണോ നോക്കുന്നത് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ ഡേറ്റിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഇൻറ്റേർണൽ ക്രിറ്റിസിസം, എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇൻ്റർപ്രിട്ടേഷൻ, ഹിസ്റ്റീരിയോഗ്രാഫി. കാർബൺ ഡേറ്റിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലാണ്. Carbon dating helps age of historical materials and supports authenticity. Next question. Which question belongs to internal criticism? Who wrote the document? When was it written? Is the author biased? Is the paper original? ഇപ്പോൾ ഇതിൽ ഏതാണ് internal criticism വരുന്നത്? Who wrote the document? When was it written? Is the author biased? Is the paper original? ആൻസർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. Is the author biased അല്ലേ. റീഡ് ചെയ്തതിന് ശേഷം നോക്കുന്നതിനെയാണ്. അപ്പോൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം എക്സാമിൻസ് ഓതേഴ്സ് ക്രെഡിബിലിറ്റി ആൻഡ് പോസിബിൾ ബയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. എ ഹിസ്റ്റോറിയൻ കമ്പയർസ് എ കിങ്സ് ക്ലെയിം വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് ഫ്രം നെയ്ബറിംഗ് കിങ്ഡംസ്. ദിസ് ഈസ് മെയിൻലി ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇൻറ്റേർണൽ ക്രിറ്റിസിസം, ആർക്കിയോളജി, ഓറൽ ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്റോറിയന് ഒരു കിങ്ങിൻ്റെ ക്ലെയിം വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ നെയ്ബറിംഗ് കിങ്ഡംസ് നോക്കി. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ പറയുന്നത്? ഇൻറ്റേർണൽ ക്രിറ്റിസിസം. അപ്പോൾ historian is checking whether claim is reliable by comparing it with other evidence. Next question. Which criticism deals with the content of a historical document?
കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ക്രിറ്റിസിസത്തിനെ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇൻറ്റേർണൽ ക്രിറ്റിസിസം, വിഷ്വൽ ക്രിറ്റിസിസം, സയൻറ്റിഫിക് ക്രിറ്റിസിസം. അപ്പോൾ എക്സ്റ്റേണൽ കണ്ടൻറ്റ് വെച്ച് നോക്കുന്ന ഏതാ പറയുന്നത്? ഇൻറ്റേർണൽ ക്രിറ്റിസിസം. അപ്പോൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഇവാലുവേറ്റ്സ് മീനിങ്, ആക്യുറസി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ കണ്ടൻറ്റ്. കണ്ടൻറ്റിനെ വെച്ച് നോക്കുന്നതിനെ ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറയും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. അപ്പോൾ ഇതിൻ്റെ പല ചോദ്യങ്ങൾ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസിൽ നിന്ന് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കെൻഡായ ശേഷം നമ്മൾ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണേ. സോ കീപ് വാച്ചിങ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു ഓൾ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സെറ്റുമായിട്ടൊന്ന് ഹിസ്റ്ററിക്ക് പ്രിപ്പയർ ചെയ്യണേ. താങ്ക് യു ഓൾ.